ഡിടെക് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബഷീർ ദിന ക്വിസുകളിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അറിയാവുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാലസഖി ആദ്യം എഴുതിയത് ഏത് ഭാഷയിൽ? ഉത്തരം ഇംഗ്ലീഷിൽ. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. ബഷീറിന്റെ ജന്മദേശം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ബഷീർ എഴുതിയ നാടകം ഏത്? ഉത്തരം കഥാബീജം. ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹം. കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആര്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ബഷീറിന്റെ മാതാപിതാക്കളുടെ പേര് എന്താണ്? ഉത്തരം പിതാവ് കായെ അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ ബഷീറിന്റെ 3 കൃതികൾ ഏതൊക്കെയാണ്? ഉത്തരം യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതം ഒരു അനുഗ്രഹം. ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു കവിത ഏത്? ഉത്തരം അനശ്വര പ്രകാശം. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരു ചെറുലേഖനം ഏത്? ഉത്തരം എൻ്റെ ചരമക്കുറിപ്പ്. ബാല്യകാലസഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തു വന്നത് ഏതു വർഷം? ഉത്തരം 1994 ഓഗസ്റ്റിൽ. ബാല്യകാലസഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? ഉത്തരം പി ഭാസ്കരൻ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത്? ഉത്തരം ബാല്യകാലസഖി. ബാല്യകാലസഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആരാണ്? ഉത്തരം മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആരാണ്? ഉത്തരം മമ്മൂട്ടി. മമ്മൂട്ടി തന്നെയാണ് മതിലുകൾ എന്ന സിനിമയിലും നായകനായി അഭിനയിച്ചത്. ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ്? ഉത്തരം എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടാർന്ന്. അടുത്തത് നിങ്ങൾക്കായുള്ള ബോണസ് ക്വസ്റ്റ്യൻ ആണ്. ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഉത്തരം താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.